മാഷെ, ഒരു മാധ്യമ ഭീകരതയിൽ പരിലസിക്കുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ. അതിൻ്റെ അകത്ത് ഈ ഓണത്തോടനുബന്ധിച്ചോ മറ്റോ നടന്ന ഒരു അഭിമുഖം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. അനാർക്കലി മരക്കാർ എന്ന് പറഞ്ഞിട്ടൊരു നടി, മലയാള സിനിമയിലൊക്കെ വരുന്ന ആളാണ്. അവർ ഒരു സംവിധാനം തുടങ്ങുന്ന ഒരാളുമായിട്ട് ഒരു ലിവിങ് ഇൻ റിലേഷൻഷിപ്പിലാണ്. എന്ന് പറഞ്ഞാൽ സഹജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പം അനാർക്കലി മരക്കാറെ ആണ് ഈ അരുൺ കുമാർ എന്ന് പറഞ്ഞ ആള് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അനാർക്കലി മരക്കാരോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഇപ്പോൾ ലിവിങ് ഇൻ ആണല്ലേ, കമ്മിറ്റഡ് ആണല്ലേ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ കമ്മിറ്റഡ് ആണ്. അപ്പോൾ ലിവിങ് ഇൻ ആണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ്, സഹജീവിതമാണ്, 2 കൊല്ലമായിട്ട് അങ്ങനെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരാളുമായിട്ട് മാത്രമേ കമ്മിറ്റ്മെൻ്റ് ഉള്ളോ, പലരുമായിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുഴിഞ്ഞ് അവരുടെ ഈ സ്വകാര്യതയിലേക്ക് ഈ അഭിമുഖകാരൻ കടക്കുകയാണ്. അല്ല, ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയൊന്നും അല്ലല്ലോ, പലരുമായിട്ടാണല്ലോ എന്നൊക്കെ ഇയാൾ. അപ്പം അങ്ങനെ ഇവരുടെ ഈ സ്വകാര്യതയിലേക്ക് വല്ലാതെ അങ്ങ് നുഴഞ്ഞു കയറുകയാണ്. ഇതാണ് സാമൂഹ്യ മാധ്യമങ്ങളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരം ഇങ്ങനെ ഒരു ഒളിഞ്ഞു നോട്ടം, മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഈ ഒളി ക്യാമറ. മുമ്പും റിപ്പോർട്ടർ ചാനൽ മറ്റേ ഡ്രോൺ പറത്തിയിട്ടുണ്ടല്ലോ ദിലീപിന്റെ വീടിന്റെ ഉള്ളിലേക്ക്. അപ്പോ ഇത് ന്യായമാണ്? അല്ല, ഒരു തരത്തിലും ന്യായമല്ലല്ലോ. ഈ മലയാളത്തില് ഈ ചാനൽ, അതിനിപ്പോൾ ആളുകൾ ദുഷ്പേരിട്ട് വിളിക്കുന്നുണ്ട്, മരമുറി ചാനൽ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ സാർ, ജാതകദോഷം എന്ന് പറയില്ലേ. നമ്മളൊരു ലക്ഷ്യം വളരെ പ്രധാനമാണല്ലോ. ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏത് കർമ്മത്തിലും വളരെ പ്രധാനമാണല്ലോ. റിപ്പോർട്ടർ TV മലയാളത്തിൽ വന്നതിൻ്റെ പിന്നിൽ 2 താല്പര്യം, ഒന്ന് വളരെ പ്രധാനമാണ്. ഒന്ന്, ഈ നേരാമണ്ണം അല്ലാതെ ഉണ്ടാക്കുന്ന പണം വെളുപ്പിക്കാൻ 2 വഴി. അതൊരു ക്രൈമാണ്. കുറ്റവാളികൾക്ക് ഒളിച്ചിരിക്കാനുള്ള 2 താവളങ്ങൾ നമ്മൾ കണ്ടെടുത്തോളം കേരളത്തിൽ ഇപ്പോൾ, അത് ഏത് രംഗത്തെ കുറ്റവാളിക്ക് കേട്ടോ, സാഹിത്യ ചോരണം നടത്തുന്ന കുറ്റവാളികൾക്ക് വരെ സുരക്ഷിതമായി ഒളിച്ചിരിക്കാവുന്ന താവളം ഒന്നുകിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ CPM രാഷ്ട്രീയത്തെ പിന്തുണക്കുക, അതൊരു കവറായിട്ട് ഷീൽഡായിട്ട് ഉപയോഗിക്കുക ഒന്ന്. അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങുക, അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക. ഇത് രണ്ടും സമർത്ഥമായിട്ട് ചെയ്യാനാണ് ഈ ചാനൽ ശ്രമിച്ചത്. കുപ്രസിദ്ധി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ തട്ടിപ്പ് നടത്തി കണക്കിൽപ്പെടാതെ പണം സംഭരിക്കുക, ശേഖരിക്കുക, പണം സമ്പാദിക്കുക, ആ പണത്തിന് നികുതി കൊടുക്കാതെ രാജ്യത്തെ പറ്റിക്കുക, കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കുക, നാട് ഭരിക്കുന്ന ഗവൺമെന്റിനെ പറ്റിക്കുക, എന്നിട്ട് രാഷ്ട്രീയ കവചം കൊണ്ട് രക്ഷപ്പെട്ടു പോവുക. EDയുടെ മുമ്പിൽ ചെന്നിട്ട് ഈ ചാനലിന്റെ ഒരു മുതലാളി പറഞ്ഞ സാറ് കേട്ടില്ലേ, താൻ എന്തിനാടോ എന്നെ വിളിപ്പിച്ചത്, പലതും പറയാനുണ്ടെങ്കിൽ ഞാൻ സതീശനോട് പറഞ്ഞോളാം. സതീശൻ ഇവന്റെ ചെറിയച്ഛൻ്റെ മോനാന്നാ വിചാരം. രാജ്യം ഒരു നാട് തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഈ പറയണത്. ED എന്നെ വിളിപ്പിക്കാൻ ആരടാ? ED അല്ലാന്ന് തോന്നുന്നു അല്ലേ ഇവര് നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ള വാക്കേ ഈ മരമുറിയാൻ്റെ എപ്പോഴും ചാറ്റർജി എന്നാണ് പറയുന്നതെന്ന് ഞാൻ വായിച്ചിട്ടില്ല. എന്താണ് സാർ ആ റിപ്പോർട്ട്? എനിക്ക് തോന്നുന്നു എഡിറ്റേഴ്സിന്റെ എന്തോ ഒരു മോർണിംഗ് ആണല്ലോ രാവിലെ. എഡിറ്റർ എന്ന പേരിൽ കയറി ഇരുന്നിട്ട് ഇദ്ദേഹം പറയുന്നതൊക്കെ സഹിക്കാൻ മലയാളി ബാധ്യസ്ഥനായി തീരുന്നത് എന്തൊരു ഗതികേടാണ് ആലോചിച്ചു നോക്കൂ. അദ്ദേഹത്തിന് അങ്ങിപ്പോൾ ഒരു ആയുഷ്കാലം മുഴുവൻ ജേർണലിസ്റ്റായ ഒരാളാണല്ലോ. അദ്ദേഹത്തിന് ജേർണലിസത്തെക്കുറിച്ച് എന്തറിയാം? അദ്ദേഹത്തിന് ലോകത്തെക്കുറിച്ച് എന്ത് ധാരണയുണ്ട്? അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ലോകത്തിൽ മനുഷ്യനെ പറ്റിക്കുന്ന എങ്ങനെയാണ്, കള്ളപ്പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നല്ലാതെ അദ്ദേഹത്തിന് എന്ത് അജണ്ടയാണ്? അദ്ദേഹത്തിന്റെ ലോകത്തിന് എന്ത് വിശാലതയുണ്ട്? അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ എന്ത് സ്വപ്നങ്ങളുണ്ട്? അദ്ദേഹം ഈ നാട് എങ്ങോട്ട് പോകണം, എങ്ങനെ നന്നാകണം, എങ്ങനെ വികസിക്കണം എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണകളോ പ്ലാനോ പദ്ധതിയോ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. മനുഷ്യനെ പറ്റിക്കണമെന്ന പദ്ധതിയുമായി രണ്ട് സ്ട്രാറ്റജി, വളരെ ശരിയാ, സ്ട്രാറ്റജി എന്ന വാക്കുപോലും ശരി,
സ്ട്രാറ്റജി എന്ന വാക്ക് ശരിയായിട്ട് പറയാൻ അറിയാത്തയാൾ ചാറ്റർജി എന്ന് പറയുമ്പോഴും ഈ പ്രയോഗിക്കുന്നുണ്ട്, സ്ട്രാറ്റജി വളരെ സമർത്ഥമായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ചാനൽ. അപ്പോൾ അതിന്റെ എഡിറ്റോറിയൽ ചർച്ച പോലും എന്തുമാത്രം അപഹാസ്യമാണ് നമ്മൾ ഓർത്താൽ മതി. ആ കൂട്ടത്തിലാണ് ഈ മൊട്ട അരുൺ എന്ന ആളുകൾ വിളിക്കുന്ന ഡോക്ടർ അരുൺകുമാർ. ഈ ഡോക്ടറേറ്റ് എന്ന് ചേർത്ത് പറഞ്ഞാൽ തന്നെ അതിന്റെ കഥ കഴിഞ്ഞു പോകും. കാരണം മലയാളത്തിലെ ഡോക്ടറേറ്റിന്റെ വില സാറിന് നന്നായിട്ട് അറിയാലോ. അപ്പോ ഈ മൊട്ട അരുണ് എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് മലയാള മാധ്യമ രംഗത്ത് ഉണ്ടാക്കിയത്, എന്തെല്ലാം വൃത്തികേടുകളാണ്. ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ ഈ പോകുന്ന ഒരു ഇവരാണല്ലോ. ഇവർ എന്തെല്ലാം ഇടപാടുകളാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ അതുപോലെ തന്നെ അറിയില്ലേ, ഇപ്പോ ഇവരുടെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അല്ലേ പരസ്യം കൊടുത്തത് നമ്മുടെ നോട്ടുകൾ നിരോധിച്ചു എന്ന് പറഞ്ഞ് സുപ്രഭാതം വാർത്ത കൊടുത്തവനാണ് ഇവൻ. എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ബേസിക് ആയിട്ട് ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഡോക്ടറേറ്റുള്ള ജേർണലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇദ്ദേഹം ഈ റിപ്പോർട്ടർ ചാനലിന് അകത്തായതുകൊണ്ടുണ്ടായ ഒരു ഗുണം എന്താണെന്നറിയോ? കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് ഇവൻ വലിയ മിശിഹായിട്ട് കൊണ്ടു നടക്കുന്നു. ഇടതുപക്ഷ സംഘടനകളുടെയൊക്കെ സമ്മേളനങ്ങളിലേ ഇവൻ വലിയ പ്രഭാഷകനൊക്കെ ആയിട്ട് പോകുന്നു. ആർക്കറിഞ്ഞൂടാ. ഞങ്ങൾ മലബാറിലൊരു ഗുണമുണ്ട് കേട്ടോ. മലബാറിൽ കുതിരയെ ബഹുമാനിക്കുന്നില്ല. അവന് കുതിരയാണെന്നാ പറയാ. എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പണ്ടമാണ്, അന്തമില്ലാത്ത ഒരുത്തവനാണ്. അപ്പോൾ മലബാറിലൊക്കെ പലപ്പോഴും ഇവനെ എഴുന്നള്ളിക്കുമ്പോൾ ആളുകൾ പറയാറുണ്ട് എന്നാ കുതിര വരുന്നുണ്ടെന്ന്. കുതിര വരുന്നുണ്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു കൊളോക്കിയൽ പ്രയോഗം. അപ്പൊ എന്തായാലും ഇപ്പൊ നടന്ന് ആലോചിച്ചു ഇവന്റെ ഉള്ളിലെ ആഭാസം, ഇവന്റെ ഉള്ളിലെ കൾച്ചർ. സ്ത്രീ വിഷയങ്ങളിലൊക്കെ അത്തരം പല പരാതികളും നേരത്തെ കേട്ടതാ. ഇപ്പൊ വന്നത് വളരെ വളരെ പ്രകടമായ സാധാരണഗതിയിൽ ഈ തലമുറയിലൊക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ താൻ എന്തിനാ അതറിയുന്ന എന്റെ സൗകര്യം പറയാൻ സത്യം. ആ കുട്ടിക്ക് മറുപടി പറയാൻ അറിയാത്തോണ്ട് ഞാൻ മലയാളത്തിൽ വീട്ടുകാരുടെ അറിവോടുകൂടിയാണ്, അല്ലാതെ സ്വന്തമായിട്ടൊന്നും അല്ല. അങ്ങയുടെ ആദരണീയനായ സഹപ്രവർത്തകൻ ജോണി ലൂക്കോസിനോട് ശോഭന പെരുമാറിയത് കണ്ടിരുന്നോ? അത് ആളുകൾ പറഞ്ഞു എന്നോ. എന്ത് ബോൾഡായ ആൻസർ ആണ്. ഞാൻ പറയേണ്ടത് പറഞ്ഞിരിക്കുന്നു, അപ്പുറത്തുള്ള ചോദ്യം എന്നോട് ചോദിക്കരുതെന്ന് പറയാൻ അവർക്ക് ആർജവുണ്ട് കേട്ടോ. അവരെ അത് തെളിയിച്ചിട്ടുണ്ടല്ലോ, അവരുടെ കാലിബർ. പക്ഷേ ഈ കുട്ടികളൊക്കെ അത് പഠിക്കണം. അനാവശ്യമായ ചോദ്യങ്ങൾ ഇവൻ ചോദിക്കുന്ന ചോദ്യം ആലോചിച്ചു. ഒന്ന്, ഒരു നടിയാണ്, അവരുടെ പെർഫോമൻസ് ചോദിക്കാം, അവരുടെ അടുത്ത പ്ലാൻ. പേര് പറഞ്ഞ ആളില്ലേ ആദരണീയനായ അദ്ദേഹം മോഹൻലാലിനോടും ഇങ്ങനൊരു വങ്കത്തം. അയ്യോ എന്തൊക്കെയാണ് ചോദിച്ചത്. ഇവരുടെ സ്റ്റൈലാണ് അതാണ് സർ. അത് എനിക്ക് തോന്നുന്നു അങ്ങേക്ക് എന്താണ് അത് കിട്ടാതെ പോയെന്ന് അറിയില്ല. അവിടെ പോയി പണിയെടുത്തവർക്കൊക്കെ ഈ ഒരു അപകടം വന്നിട്ടുണ്ടോ? ജീവിതത്തിൽ ഉടനീളം ഈ അശ്ലീലം പറഞ്ഞെങ്കിലേ ഇന്റർവ്യൂ പൂർത്തിയാവുള്ളൂ എന്നൊക്കെ തോന്നുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും പക്ഷെ ശോഭനയെ കണ്ട് ഈ അനാർക്കലിയൊക്കെ പഠിക്കണം, നിലക്ക് നിർത്തണം, വേണ്ടാത്ത ചോദ്യം ചോദിച്ചാൽ താൻ പോടോന്ന് പറയണം. അങ്ങനെ പറയുമ്പോഴാണ് ഈ ജേർണലിസ്റ്റുകൾ പഠിക്കുക. അല്ലെങ്കിൽ ഈ മാപ്പറകൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോ ഒന്നാലും ഒരു കുട്ടിയോട് എന്തെല്ലാം ചോദിക്കും, ഒരു പുതിയ ആർട്ടിസ്റ്റിനോട് അവർ വന്ന വഴി ചോദിക്കാം, എങ്ങനെയാണ് കലയിൽ എത്തിപ്പെട്ടതെന്ന് ചോദിക്കാം, ഇത് ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകൾ ചോദിക്കാം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എങ്ങനെയാണ്, ഈ രംഗത്ത് നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു ഇന്റർവ്യൂവിന്റെ സമയം മുഴുവൻ ചെലവഴിക്കാൻ ഒരു പുതിയ ആർട്ടിസ്റ്റിനോട് ചോദിക്കാമല്ലോ. അതിന് പകരം ചോദിക്കുന്നത് കമ്മിറ്റഡ് ആണോ സർ? ആ കുട്ടിയുടെ വ്യക്തി ജീവിതവും ഇതും തമ്മിൽ എന്ത് ബന്ധമാണ്? കലാജീവിതവും തമ്മിൽ എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ അത് വാർത്തയാകുമ്പോൾ അവരുടെ വിവാഹ നിശ്ചയം നടക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഫയറിനെ കുറിച്ച് വാർത്ത വരികയൊക്കെ ചെയ്യുമ്പോൾ ശരിയാണോ എന്നൊക്കെ ചോദിക്കാം. അതിലപ്പുറത്ത് എന്ത് കമ്മിറ്റഡ് ആണ്? അടുത്ത ചോദ്യം, സംസ്കാരത്തോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉള്ളവൻ ചോദിക്കാൻ പാടുണ്ടോ? ഒരാളോട് മാത്രമാണോ എന്ന് പറഞ്ഞാൽ ഇവൻ എന്തോ ഒന്ന് മാത്രമായിപ്പോയതെന്തോ കുറവ് പോലെയാണ്. ഇങ്ങനെ പ്രേരിപ്പിക്കുക കുട്ടികളെ. എന്നിട്ട് അടുത്ത ചോദ്യം, സാറ് മറന്നുപോയോന്നറിയില്ല, അടുത്ത ചോദ്യം, കുടുംബം എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കുടുംബം എങ്ങനെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുക? ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള കുടുംബം ന്യായമായിട്ടും ആ കുട്ടിയുടെ ജീവിതം അറിയില്ലേ? ആ കുട്ടിയുടെ റിലേഷൻസ് അറിയില്ലേ? ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് കുടുംബത്തിന് സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? കുടുംബം അതിൽ ഇടപെട്ടെങ്കിൽ എന്താ തെറ്റ്? കുടുംബം ഇടപെടണ്ടേ? അല്ലെങ്കിൽ അവർ കുടുംബത്തിലെ കുട്ടികളല്ലോ. അല്ലല്ല, മൊട്ടരുടെ കുടുംബത്തിന്റെ പാരമ്പര്യമല്ലേ ഉയർത്തിപ്പിടിക്കാൻ പറ്റുള്ളൂ. ആയിരിക്കാം. ഓരോരുത്തരും അവനവന്റെ കൾച്ചർ കാണിക്കുന്നു. വല്ലാത്ത വൃത്തികേടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അത് രണ്ട് തരത്തിൽ ചെയ്യണം. ഇവരെ ഒന്ന് നേരെയാക്കണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. ഒന്നുകിൽ ആ ഇന്റർവ്യൂവിന് പോകാതിരിക്കുക. ഇന്റർവ്യൂവിന് പോയാൽ ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലല്ലോ. പെൺകുട്ടികൾ ആൻഡ്രോയിഡ് ഈ വനങ്ങളിലും ഒക്കെ ഈ മുരുക്കുമരമൊക്കെ ഉണ്ടാവില്ലേ? ഞാനൊന്നും പറയുന്നില്ല.
പറഞ്ഞ ആ ചോദ്യത്തിൽ നിൽക്കട്ടെ, അത് പ്രേക്ഷകര് ബാക്കി വായിച്ചോട്ടെ. ഞാൻ പറയുന്നത് ഈ ആൻഡ്രോയിഡ് ചാനൽ ഒന്ന് അതുണ്ടാക്കുന്ന അശ്ലീലം, ഇത് രണ്ടും ചേർന്നിട്ട് ഇതിന്റെ പണം പറ്റിയിട്ട് വലിയ ഈ ആൻഡോ മുതലാളിയുടെ, ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ ആൻഡോ മുതലാളിയുടെ ശമ്പളം എത്ര വലുതായാലും ഈ മൊട്ട അരുൺകുമാറൊക്കെ ആ ശമ്പളത്തിന്റെ പങ്ക് പറ്റുന്നു എന്ന് പറഞ്ഞാൽ അവൻ കള്ളപ്പണമല്ലേ അനുഭവിക്കുന്നത്, അതിന്റെ പങ്കല്ലേ പറ്റുന്നത്, അതിന് മേൽവിലാസം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ, ഈ ആൻഡോ മുതലാളിക്ക് ഒളിച്ചിരിക്കാനുള്ള താവളം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ അവനും ചെയ്യുന്നത്, അവന്റെ രാഷ്ട്രീയം അതിൽ പങ്കുവഹിക്കുന്നില്ലേ? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പൊ ഈ കുട്ടിയോടൊക്കെ അശ്ലീലം പറയാൻ ഇവനെ പോലുള്ളവരെയൊക്കെ മലയാളം എങ്ങനെയാണ് സഹിക്കുന്നതെന്ന് എനിക്കറിയില്ല, എത്ര കാലം സഹിക്കുമെന്ന് എനിക്കറിയില്ല. ഈ ചാനലിൽ തന്നെ മലയാളം എത്ര കാലം കാണേണ്ടി വരും എന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളുടെ അന്വേഷകരുടെ ഒക്കെ ഒരു ബലത്തിലാണ്. വീണ്ടും ആ ചോദ്യം ആവർത്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആൻഡ്രോയുടെ വനത്തിൽ മുരിക്കില്ലേ? തീർച്ചയായിട്ടും